ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരായിരുന്നു? ജനറൽ ബിപിൻ റാവത്ത്. ആക്സിഡന്റ് മരണപ്പെട്ടു. സോ ഇത് പുതിയ തസ്തിക. ആർമി, നേവി, എയർഫോഴ്സ്, 3 ഫോഴ്സും റിപ്പോർട്ടിംഗ് ടു CDS. CDS will report to the Supreme Commander, that is the President of India. ഇതിനെല്ലാം അവസരം ഫ്രം ഇന്ത്യയെ. അഡ്മിറൽ ഹരികുമാർ NDA പാസ് ഔട്ട് ആയിരുന്നു. തിരുവനന്തപുരത്തുകാരനാണ്. ഇന്ത്യൻ നേവിയുടെ അഡ്മിറലായി. എന്തുകൊണ്ട് നിങ്ങൾ കഴിയില്ല? അപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഡ്മിറലാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവനോട് എണ്ണുന്നില്ല. ഇതിൽ എത്ര പേര് ആർമി ജനറൽ ആവാൻ സാധ്യതയുണ്ട്? എത്ര പേര് എയർഫോഴ്സ് ചീഫ് മാർഷൽ ആവാൻ സാധ്യതയുണ്ട്? എത്ര പേര് നേവൽ അഡ്മിറൽ ആവാൻ സാധ്യതയുണ്ട്? അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. അതാർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. ഡിഫൻസിൽ നമുക്ക് 2 ടൈപ്പ് പ്രൊമോഷനാണുള്ളത്. ഒന്ന് സീനിയോറിറ്റി. സർവീസിൽ കയറി 6 വർഷമാകുമ്പോൾ 3 വർഷമാകുമ്പോൾ ഈ റാങ്ക്, 6 വർഷമാകുമ്പോൾ ഈ റാങ്ക്. ഇത് ആരും നിർത്താൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൺ. ഇതിനെ പേരാണ് സീനിയോറിറ്റി. രണ്ടാമത്തെ ടൈപ്പ് പ്രൊമോഷനാണ് മെറിറ്റ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തോ നിങ്ങൾ ചെയ്യുന്നു. അഭിനന്ദ് വർദ്ധമാൻ, സ്ക്വാഡൻ ലീഡർ അഭിനന്ദ് വർദ്ധമാൻ. എല്ലാം നിങ്ങൾ കേട്ടു ആരായിരുന്നു? പാകിസ്ഥാന്റെ F-16 ഫൈറ്ററിനെ വേണ്ടി ചേസ് ചെയ്യുന്നു, അതിനെ ബോംബ് ചെയ്യുന്നു, സ്വയം ക്രാഷ് ആവുന്നു, പാകിസ്ഥാനിൽ പോയി ലാൻഡ് ആവുന്നു. ദിവസങ്ങൾക്ക് ശേഷം ജീവനോടെ തിരിച്ചു വരുന്നു. He is promoted to wing commander on the basis of merit. ഒരു സാഹസം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാം. ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യം ഒരാൾ നമ്മളോട് പറഞ്ഞു ചെയ്യുന്നതും സ്വയമായിട്ട് അത് വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ ധാരാളം വ്യത്യാസം. സോ ഒരു പട്ടാളക്കാരനെ എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡു ഇറ്റ് വോളണ്ടിയർലി. നമുക്ക് ഗാലൻട്രി അവാർഡ്സ് കിട്ടുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഗാലൻട്രി അവാർഡാണ് പരംവീർ ചക്ര. പോസ്റ്റമസ് ആണ്. എപ്പോഴും ജീവനോടെ ഇരിക്കുമ്പോൾ കിട്ടിയ ചരിത്രമില്ല. പോസ്റ്റമസ് മീൻസ് ആഫ്റ്റർ ഡെത്ത്. പരംവീർ ചക്ര, വീർ ചക്ര, അശോക് ചക്ര, കീർത്തി ചക്ര, ഇങ്ങനെ ഓരോ മെഡൽസ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? എന്തോ അയാൾ വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മൊത്തം ഇന്ത്യൻ ആർമിയുടെ സ്ട്രെങ്ത് എടുത്തോളൂ. ആക്റ്റീവ് പേഴ്സണൽസ് ആൻഡ് റിസർവ് എല്ലാം കൂടെ എത്രയോ ലക്ഷം വെച്ചോളൂ. എക്സ് ലാക്സ് എടുത്തോളൂ. അതിൽ ഒരാൾ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യും? ഇതിനൊക്കെ സാധ്യത വന്നിട്ട് NDA they will inculcate NDA ലൈഫ് ഞാൻ വിവരിച്ച് കഴിഞ്ഞാൽ അതിന് സസ്പെൻസ് നഷ്ടപ്പെടും. ഒരു നല്ലൊരു മൂവി, ഹിറ്റ് മൂവി, ആ മൂവി ഞാൻ കണ്ടുവന്നിട്ട് വീട്ടിലെല്ലാവരും വിളിച്ചിട്ട് ആ കഥ ഞാൻ പറഞ്ഞാൽ പിന്നെ ആരും സിനിമ കാണാൻ പോകില്ല. അതേമാതിരി എൻ്റെ ലൈഫ് ഗേൾസിനോട് പ്രത്യേകം പറയാനുള്ളത്, ഡിഫൻസിൽ വന്നിട്ട് ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പെൺകുട്ടികൾ, അവിടെ ജെൻഡർ ബൈഫർക്കേഷൻ ഇല്ല. ബോയ്സ് എന്ത് ചെയ്യുന്നു അത് തന്നെ ഗേൾസ് ഉണ്ട്. മാസത്തിൽ 1 വട്ടോ അല്ലെങ്കിൽ മാസം 2 വട്ടോ യു ഹാവ് സംതിങ് കോൾഡ് ജോഷ് റൺ. അത് ആലോചിച്ചാലേ ഭയമോ, ആലോചിച്ചാലേ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയമോ. രാത്രി 1 മണി
NDA ക്യാമ്പസിന്റെ വിസ്തീർണത്തിലാണ് 8000 ഏക്കർ. ട്രെയിനിങ്ങിന് ശേഷമാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്കലി ഓർ ഫിറ്റ്. എല്ലാവരെക്കാട്ടും മുന്നിൽ എനിക്ക് എത്തണമെന്ന് ഒറ്റൊരു ആംബിഷനാണ് നിങ്ങൾ ഓടുന്നുണ്ടാവും. ഓടുകയല്ല, ആക്ച്വലി നിങ്ങൾക്ക് ജോഗിങ് ചെയ്യാനേ പറ്റും, ഓടാൻ പറ്റില്ല. കാരണം നമുക്ക് വഴിയൊക്കെ അറിയില്ല. ഇതൊക്കെ ജോസ്റ്റാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി അറിയില്ല. ആ ദിവസം വൈകിട്ട് മന്ത്രി അനൗൺസ് ചെയ്യും. ഇങ്ങനെയുള്ള ചില ആക്ടിവിറ്റീസ് 3 വർഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഒരു സാധാരണ സോൾജറിന്റെ ജോലി എന്താണ്? വാർ ഫീൽഡിൽ നിന്ന് യുദ്ധം ചെയ്യുക. അപ്പോഴത്തേക്കും ഒരു കമ്മീഷൻ ഓഫീസർ ആയി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ അവസരം കിട്ടില്ലേ? യെസ്. കാർഗിൽ ബോർഡിൽ നമുക്ക് 541 പേര് അടുത്ത് നഷ്ടപ്പെട്ടു. ഒരു സമാസനം ഓഫീസേഴ്സ് ഉണ്ടായി. ഒരു ഇൻസർജൻസി ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ഓഫീസറിനോ സോൾജറിനോ വ്യത്യാസമില്ല. പാർട്ടിസിപ്പേറ്റ്. NDA എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ അവർക്ക് എന്ത് NDA പറ്റി അറിയണോ അതിന്റെ 0.0001% മാത്രമേ പറഞ്ഞറിയിക്കാൻ പറ്റൂ. ബാക്കിയിൽ അനുഭവിച്ചറിയണം. മൂന്ന് വർഷത്തെ NDA ട്രെയിനിങ് ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടാവും? ആൻസർ ഇസ് വെരി സിമ്പിൾ. പോയി നിങ്ങളായിരിക്കും തിരിച്ചു വരുന്നത്. എല്ലാ പട്ടാള യൂണിറ്റിലും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എന്താണ് വ്യത്യാസം? നിങ്ങൾ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റൂണോ അല്ലെങ്കിൽ ഒരു ബറ്റാലിയനോ കമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ താഴെ സോൾജേഴ്സ് ഉണ്ടാവും. ഈ സോൾജേഴ്സ് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഫീൽഡ് സ്ട്രാറ്റജി എന്താണ്? നിങ്ങൾക്ക് താഴെയുള്ളവരെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? അതായത് ഒരു ഓഫീസർ പറയുന്ന ഒരു സോൾജർ, ഒരു സാധാരണ സോൾജർ അനുസരിക്കണം. ഇല്ല, ഞാൻ ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. പട്ടാളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അവിടുത്തെ റൂൾ എന്താണ്? I am the boss. Rule number 1, I am the boss. Rule number 2, SSLC കഴിഞ്ഞവർ SSLC ചെയ്യാൻ പോകുന്നു. ഈ വർഷം 2024 SSLC ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം കോമ്പിനേഷനും ഉണ്ട്, ഓൾ കോമ്പിനേഷൻ. ഇതിൽ നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത് 2 കാറ്റഗറിയാണ്. +2 കഴിഞ്ഞവരും +2 ഈ വർഷം ചെയ്യാൻ പോകുന്നത്. ഈ 2 പേർക്കാണ് ടൈം ലിമിറ്റ് വളരെ ചുരുങ്ങിയ ടൈം ലിമിറ്റ്. I will go with my experience. ഞാൻ എങ്ങനെയാണ് SST അപ്രോച്ച് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇരുന്ന പോലെ തന്നെ ഒരു 6 കൊല്ലം മുമ്പ് ഞാനും ഇരുന്നിട്ടുണ്ട് സെയിം കണ്ടീഷനിൽ. അന്ന് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. കുറേ പേര് ഇതാണ് കൊച്ചി, തിരുവനന്തപുരത്ത് NDAയുടെ എക്സാം നടക്കുന്നുണ്ട് അറിയാം. നിങ്ങൾ കുറച്ച് പേര് പോയിട്ടുണ്ടാവും NDAയുടെ എക്സാം എഴുതാൻ. ഞാനും അതുപോലെ തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സ്വന്തം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്ത്. കുട്ടിയാണെന്ന് എനിക്കറിയാം. ആദ്യം അങ്ങനെയുള്ള കുട്ടിയായിരുന്നു അവൻ. ഇപ്പോഴും അവന്റെ മുഖഭാവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ അവന്റെ അച്ഛൻ ഇപ്പോഴും അറിയാൻ നിങ്ങൾക്ക് ഡയറക്ടർ എന്താണ് ലെക്ചററാണ്. അതിനേക്കാളും എന്താ പറയാ കുറച്ചുകൂടി ഓണറി ആയിട്ടുള്ള സിദ്ധാർത്ഥ് ചിലപ്പോൾ പറയാം സിദ്ധാർത്ഥന്റെ അച്ഛനാണ് അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ അമ്മയാണ് എന്ന് പറയുന്ന ഒരു അവസരത്തിലായിരിക്കും ഇപ്പോഴേക്കും 2-3 വർഷം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുക. അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു പേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതാണ് വേണ്ടത്. മാക്സിമം പേർക്കും പറ്റാത്ത അല്ലെങ്കിൽ അറിയാത്ത ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ NDA അല്ലെങ്കിൽ MNS അങ്ങനെയുള്ള എന്താണെന്ന് പോലും മാക്സിമം പേർക്ക് അറിയില്ല. എല്ലാവരും ഓടുന്നത് MBBS മെഡിക്കൽ അതിലേക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക്.
അല്ലെ? എന്താണ് അതിനോട് നീറ്റ് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കിയുള്ള അതിനെന്താണ് ക്വാളിഫൈ ചെയ്യുന്നത്, അതൊക്കെ ചെയ്യും. പക്ഷെ ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല. അത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ MBBS പോകണമെങ്കിൽ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ബിലോ ആവറേജിലുള്ള ആരെങ്കിലും ഉള്ള ഫാമിലീസ് റെപ്രസെന്റ് ചെയ്യുന്ന ആരെങ്കിലും ഉള്ള ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ബിലോ ആവറേജ് ഫാമിലീസ് ഹാൻഡ് റൈസ് ചെയ്യാം. ആവറേജ് ഫാമിലീസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. കൈവെക്കുക, മടിക്കാനൊന്നുമില്ല, കൈവെക്കോളൂ. Above average, above average, above average. Average family എന്താണെന്ന് അറിയോ? Average family എന്താണെന്ന് അറിയോ? എന്താ അറിയോ? ആർക്കെങ്കിലും അറിയോ? Average family എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? 2022-23 കണക്ക് പ്രകാരം 3,60,000 രൂപ ഇൻകം പെർ ഇയർ ഇൻകം ഉള്ള ഒരാളാണ് ആവറേജ് ഫാമിലി എന്ന് പറയുന്നത്. അതിൽ കണക്കുണ്ട് കേട്ടോ, അതിൽ കണക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കൈ കൂടുതൽ പൊക്കേണ്ടി വരും, ചിലപ്പോൾ താഴ്ത്തേണ്ടി വരും. അതിൽ കൂടുതലുണ്ട്. നിങ്ങളുടെ എക്സ്പെൻഡിച്ചറും ഇൻകവും കഴിച്ചിട്ട് ബാക്കി വരുന്നത് ഒരു 15,000 നമ്മുടെ കയ്യിൽ ഏർണിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ആവറേജ് ഫാമിലി. അതാണ് ആവറേജ് ഫാമിലി. ഉണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ കാണുന്ന സംശയമായിരിക്കും കേട്ടോ. ആവറേജ് ഹൈ ആവറേജിലേക്ക് വരാം. ഹൈ ആവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതേ സെയിം ഇതിൽ നിങ്ങളുടെ ഏകദേശം ഏർണിങ്സ് 50,000 രൂപ നിങ്ങളുടെ അച്ഛൻ്റെ പാരൻസിന്റെ സാലറിയും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് ഒരു 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഏർണിംഗ് ഉണ്ടെങ്കിൽ അതാണ് എബോ ആവറേജ് ഫാമിലി കേട്ടോ. ബിലോ ആവറേജ് ഫാമിലി എന്ന് പറഞ്ഞാൽ 1,000-2,000 രൂപ വളരെ കഷ്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏർണിംഗ് ഉണ്ടാവുമോ എന്നറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ബിലോ ആവറേജ് ഫാമിലി. അവിടെ ഇനി കൈവെക്കുമ്പോൾ ഇത് നെക്സ്റ്റ് സെഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ കൈവെക്കുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ഈ ആവറേജ് ഓർ ബിലോ ആവറേജ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ നോർമലി പറയുന്നത് എന്താ പറയുക, റേഷൻ കാർഡ് പ്രകാരമുള്ളത് കാർഡുകളിലെ കളേഴ്സ് വെച്ചിട്ടൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ പറയാം, ഞാൻ ഇതാണ്, ഞാൻ വെള്ളക്കാർഡാണെന്ന് പറയും അല്ലേ. അതല്ല, ഇതാണ് നോർമലി സ്ട്രക്ചർ കേട്ടോ ഇതിന്റെ ആവറേജ് ഫാമിലി. അപ്പൊ ഇനി ഒന്ന് കൈവെക്കണം. ആവറേജ് ഫാമിലീസിലുള്ള ആരൊക്കെയുള്ള ആവറേജ്? പൊക്കി, നല്ലോണം പൊക്കിക്കോ, ഇങ്ങനെ ആക്കണ്ട, ഇങ്ങനെ പൊക്കിക്കോളൂ. ഓക്കെ, വെരി ഗുഡ്. നോർമലി നമ്മുടെ ഡിഫൻസ് സൈഡിലേക്ക് പോകുന്നവർ മാക്സിമം ആരായിരിക്കും? ഈ ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ഫാമിലീസ് ആയിരിക്കും അല്ലെ മാക്സിമം പോകുന്നത്. അപ്പം സിദ്ധാർത്ഥ ഇവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ ഓട്ടോ ഡ്രൈവറായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇപ്പോഴും അവരുടെ പൊസിഷൻ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു അല്ലെ. നമ്മുടെ IAS കുറെ എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IAS ക്രാക്ക് ചെയ്ത കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഓരോരോ നിങ്ങൾ കണ്ടില്ല, ഡൽഹിയിലൊക്കെ അവസ്ഥ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ സൈക്കിൾ റിക്ഷ അവിടെ കണ്ടിട്ടുണ്ടോ? ഡൽഹിയിലുള്ള സൈക്കിൾ റിക്ഷ കണ്ടിട്ടുണ്ടോ? ആ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന അച്ഛൻ്റെ മകളാണ് IAS. അപ്പോൾ അതാണ് മാക്സിമം നമ്മൾ ഈ ഫോഴ്സിലേക്ക്, ഡിഫൻസ് ഫോഴ്സ്, മെയിൻലി ഡിഫൻസ് ഫോഴ്സിലേക്ക് പോകുന്നവർ മാക്സിമം ആവറേജ് ആൻഡ് ബിലോ ആവറേജ്. അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക? പ്രഷർ അധികം ഉണ്ടാവും അല്ലെ. പ്രഷർ അധികം ഉണ്ടാവും. അവരുടെ പേരിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ വളരെ മുകളിലുള്ളതായിരിക്കും. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും നീറ്റ് എഴുതിയവരുണ്ടാവും. നീറ്റ് എഴുതിയിട്ട് ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ് അങ്ങനെയൊക്കെ നീറ്റ് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? ജെയ് എഴുതിയ ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. ഫസ്റ്റ് ചാൻസ് തന്നെയാണോ? ആ, ഓക്കെ. അപ്പോ പിന്നെ എല്ലായെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഈ പ്ലസ് ടു ചോദിക്കുന്നില്ല. പ്ലസ് ടു വളരെ എന്താ പറയുക ഫുള്ളി എ പ്ലസ് അല്ലാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ അച്ഛനമ്മമാർ ഭയങ്കരമായിട്ട് ആ ഒരു രീതിയിലായിരിക്കും പെരുമാറുന്നതോട് അല്ലെ. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുണ്ടായിരിക്കും മാക്സിമം അല്ലെ. എല്ലായെങ്കിലും ഒരു 10A+ എങ്കിലും ഇല്ലെങ്കിൽ പ്ലസ് ടു 10A+ എങ്കിലും ഇല്ലാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അച്ഛനമ്മമാർ ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാകും അല്ലെ. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് അവിടെ ഇരിക്കും അല്ലെ, എനിക്കത് കിട്ടിയില്ല. പക്ഷെ ആ മനസ്സിൽ വെച്ചിരിക്കുന്നത് അവിടുന്ന് എനിക്ക് എന്താണ് നെക്സ്റ്റ് ഫർദർ, എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ചു. എല്ലാവർക്കും IAS കാരനാവാൻ പറ്റുമോ? എല്ലാവർക്കും സാർ പറഞ്ഞതുപോലെ NDAയിലേക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? അത്ര ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. മീൻസ് MNS 220 സീറ്റ്സ് ആണ് ടോട്ടലി ഉള്ളത്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കും ടീച്ചേഴ്സ് ആവാൻ പറ്റുമോ? എല്ലാവർക്കും അതാവില്ല. അപ്പോൾ നമ്മുടെ എന്താണോ ക്വാളിറ്റി, ആ ക്വാളിറ്റിയെ തിരിച്ചറിയാതെ കേട്ടോ. അത് സാർ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ടൈമിംഗ് എന്ന് പറയുന്നത് ഈ 10th, 11th and 12th. അതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴും 4 ഇയർ ആയി അല്ലെ, ഡിഗ്രിയുടെ 4 ഇയർ ആയി എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 ഇയറിലേക്ക് നിങ്ങൾ അത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഏജ് എത്രയാവും ആലോചിച്ച് നോക്കിയാൽ? 25 അല്ലെ, 25. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കെടുക്കാൻ പറ്റുമോ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും? ഏതെങ്കിലും പങ്കെടുക്കാൻ പറ്റുമോ?
ഒന്നിലും കണ്ടിട്ടില്ല. വളരെ വളരെ ഇപ്പോൾ RPF-ന്റെ വന്നിട്ടുണ്ട്. RPF-ന്റെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2019 ശേഷം എക്സാമേ നടന്നിട്ടില്ല RPF-ല്. അപ്പോൾ അതുകൊണ്ട് 28 എന്ന ആ ഒരു റേഞ്ചിലായപ്പോൾ ആ ഒരു ഏജ് ക്രൈറ്റീരിയയാണ് ഇപ്പോൾ RPF-ൽ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അപ്പുറത്തെ ആഴ്ച നമ്മൾ കാഞ്ഞങ്ങാട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വന്നത് 1640 കുട്ടികളാണ്. 1640 കുട്ടികൾ. ഞങ്ങൾ വിചാരിച്ചത് ഏകദേശം ഒരു 300, മാക്സിമം 300-350 വരെ ഉണ്ടാവും. അവിടെ ആ സീറ്റ്സ് കപ്പാസിറ്റി ശരിക്കും 250 ആയിരുന്നു സീറ്റ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും സെഷൻസ് അങ്ങോട്ടേക്ക് കുട്ടികൾക്ക് ഇടയായിരുന്നു. നമ്മൾ ആ സെഷനിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് 17 to 21 ഏജിലുള്ളതായിരുന്നു. 17 to 21 ഏജിലുള്ളത് മാക്സിമം 3-4 സെഷനുകളുണ്ടായിരുന്നു. മാക്സിമം 3-4 സെഷനുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ ഈ 28, 31, 29 ആ ഒരു ഏജിലുള്ള ക്രൈറ്റീരിയ, 26 ആ ഒരു ക്രൈറ്റീരിയയുള്ള ആൾക്കാർ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ചു. കാരണം രാവിലെ വിട്ടുന്നോട്ട് അത് എല്ലാ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ടൈം ഇവരുടെ ഈ ഒരു സെഷൻ എത്തിയപ്പോൾ ലാസ്റ്റ് ചോദിക്കേണ്ടി വന്നു, നിങ്ങൾ എത്ര നാൾ എന്ത് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ എത്ര നാൾ എന്ത് ചെയ്തു? അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറയാം, സാർ ഞാൻ 5 വർഷമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഞാൻ 6 വർഷമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഞാൻ 5 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് PSC മാത്രം? അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു നമ്മുടെ കേരളത്തിൽ വെയിൽ നോക്കിക്കഴിഞ്ഞാലുള്ള ട്രെൻഡ് എന്താ? മാക്സിമം PSC-യിലേക്ക് അല്ലെ, PSC പ്ലീസ്. അപ്പോൾ എല്ലാവരും ആ PSC-യിലേക്ക് ഓടി എന്താ ഉണ്ടാവുന്നത്? ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോലീസിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അല്ലെ? റാങ്ക് ലിസ്റ്റിലുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ നിന്ന് ശരിക്കും നിങ്ങൾ മാറി ചിന്തിക്കണം. മീൻസ് പാരന്റ്സിന് അറിയില്ലായിരിക്കും ഏതിലേക്ക് എന്റെ മകളെ വിടണം. അപ്പൊ അടുത്തുള്ളവരോട് ചോദിക്കും. ചിലപ്പോൾ തൊഴിലുറപ്പിലോ അല്ലെങ്കിൽ അവിടെയോ എവിടെയാണെങ്കിൽ ആരൊക്കെ കണ്ടുമുട്ടുമ്പോഴേ അവിടെ ചോദിക്കുമായിരിക്കും ചിലപ്പോഴേ, മകൾ ഇപ്പം ഇങ്ങനെ ഉള്ളത് 10th കഴിഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം ചെയ്യും, ഡോക്ടറാക്കുന്നത്. അപ്പോൾ അവരെന്താ ചിന്തിക്കണ്ട, ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുന്നുണ്ടാവുന്നവരോ, ഡോക്ടർ ആക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ മിനിമം വേണ്ടി വരും. അങ്ങനെ പോട്ടെ, ലോണൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എനിക്കറിയാം, നമ്മൾ അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ MBBS കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരാള്, അവിടെ ഡോക്ടർ, അവർക്ക് സാലറി തരാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി ചോദിച്ചപ്പോൾ പറഞ്ഞത് 16,000 രൂപ. 16,000 രൂപയാണ്. നിങ്ങൾ എത്ര MBBS ചിലവാക്കിയെന്ന് ചോദിച്ചു. എനിക്ക് ഏകദേശം 12-13 ലക്ഷം രൂപ എനിക്ക് ചിലവായിട്ടുണ്ടായിരുന്നു. അതെപ്പോഴാണ് കിട്ടുക അങ്ങോട്ടേക്ക്? ഒന്നുമില്ല. ഒരു MD-യിലേക്ക് പോകണമെങ്കിൽ, MBBS കഴിഞ്ഞിട്ട് MD-യിലേക്ക് പോകണമെങ്കിൽ അവരെത്ര കോടി വേണമെന്ന് ചോദിച്ചു നിങ്ങൾ. അപ്പൊ അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്, ആവറേജ് ഫാമിലി ആണോ, വലിയ ആവറേജ് ഫാമിലി ആണോ, ഹൈ ആവറേജ് ഫാമിലി ആണോ? അപ്പൊ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് എന്റെ അച്ഛനും അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്കും ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അല്ല എങ്കിൽ കുറെ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ എക്സാമ്പിളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ MBBS-ലേക്ക് പോകുന്ന ആ കുട്ടി, അവൻ അതിന്റെ കൂടെ തന്നെ ആ MBBS-ന്റെ കോച്ചിങ് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ആസ് എൻ ഇൻസ്ട്രക്ടർ, ആസ് എ ടീച്ചറായിട്ട് ജോലി ചെയ്തു. അതിന്റെ കൂടെ തന്നെ ഉറപ്പായി അത് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടോ നോക്കണം. ഇതൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ ലക്ഷ്യം ഇതാണ്, മുകളിലാണ്, ഇതാണ് ലക്ഷ്യം, എന്റെ പാരന്റ്സ് എത്താൻ പറ്റില്ല, ഫുൾ അവസ്ഥയിലാകുമ്പോൾ ചിലപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ആവേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിൽ പാരന്റ്സ് ഒക്കെ പറയും അല്ലെ, നീ ഇതാവണം, ഞങ്ങളോടൊക്കെ പറയാറില്ല അല്ലെ, എല്ലാവരോടും പറയാറുണ്ട്, നീ ഇതാവണം, നീ ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയും അല്ലെ. വീട്ടിൽ ഇപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ പറയും, ഇത് ചെയ്യും, അത് ചെയ്യും, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം. ടീച്ചേഴ്സ് ആയാലും ടീച്ചേഴ്സും പറയും ഇങ്ങനെ ചെയ്യണം. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നവരാ, സാർ പറഞ്ഞതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നവരാ, ഓൺലി അല്ലെ, യു ഓൺലി അല്ലെ, നിങ്ങൾ മാത്രമാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്ന അല്ലെ, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞ ഒരു രാജാവാണ് അല്ലെ. എപ്പോഴും നമ്മളിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. നമ്മുടെ മനസ്സ് നന്നാവട്ടെ നമുക്ക് പറയും. അപ്പൊ ആ മനസ്സ് എന്ത് കാര്യത്തിനും എപ്പോഴും പോസിറ്റീവായിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഒരു 5-6 ദിവസമൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, മനസ്സ് എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകും. ഇന്ന് കിടന്നുറങ്ങാം. നമ്മുടെ അക്കാഡമിയിലൊക്കെ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം സ്റ്റാർട്ടിങ് കുട്ടികളൊക്കെ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഒരു മനസ്സ് നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് മാക്സിമം കുട്ടികളുടെ പോകാം. അതിൽ ആ നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ 3 ദിവസം 4 ദിവസം ആകുമ്പോഴേക്ക് ആ കുട്ടികൾ തിരിച്ചു വീട്ടിലേക്ക് പോകും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഒന്നുകിൽ ലാസ്റ്റ് ഒന്നുമില്ല പറഞ്ഞാൽ അതിന് ഫുഡിന് ഉപ്പില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അതറിയാം അവർക്ക് ഇനി അങ്ങോട്ടേക്ക് പറ്റില്ല എന്നുള്ളത്.
പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആ മനസ്സ് നമ്മളെപ്പോഴും നോർമലി ആ ഒരു രൂപത്തിലേക്ക് മാറ്റും, എപ്പോഴും പോസിറ്റീവ് മൈൻഡുള്ള രൂപത്തിലേക്ക് മാറ്റും നമ്മുടെ മൈൻഡ് സെറ്റ്. അല്ലാതെ നമ്മൾ മൈൻഡ് എപ്പോഴും പറയാം, നിങ്ങളോട് ഒരു കാര്യം പഠിക്കാൻ പറയുമ്പോൾ ഇത് പഠിച്ച് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഈ പോർഷൻസ് നിങ്ങൾക്ക് ഇന്ന് തീരണം എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളത് പഠിക്കാൻ മനസ്സോറും അത് കിടന്നു പറയും ഒരു കാരണം ചെയ്യുന്നത് തലവേദനയാണെന്ന് പറയാം. ഒന്നുമില്ലെങ്കിൽ അമ്മയോട് പറ തലവേദനയാണ്, കുഴപ്പമില്ല, അങ്ങനെ മോളെ കിടന്നു. അമ്മ എപ്പോഴും പറയാം ശരി മോളെ അല്ലെ മോനെ കിടന്നു കുഴപ്പമില്ല, അച്ഛനോട് പറയാം തലവേദന എണ്ണീക്കുന്നതാണ് പറയും അല്ലെ, അങ്ങനെയല്ലേ നോർമലി ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ നിങ്ങളൊരു മീറ്റിംഗ് ആയിട്ട് എടുത്തു, അത് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങളത് മൈൻഡിൽ അപ്പോൾ മൈൻഡ് വിചാരിക്കാൻ ആവശ്യമില്ല, ഇനി എപ്പോഴും നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് വിടാം, അതാണ് നല്ലത്. പിറ്റേ ദിവസം ഇതേ ഒരു പ്രവണത നിങ്ങളിലേക്ക് വരും. അപ്പോഴെന്താ ഉണ്ടാവും, ലാസ്റ്റ് ഏറ്റവും പുറകിലേക്ക് നിങ്ങൾ മാറും. ഏറ്റവും പുറകിലേക്ക് നിങ്ങൾ മാറും. എപ്പോഴാണ് ഫീലിംഗ് ഉണ്ടാവുക, നിങ്ങളുടെ കൂടെ എക്സാം എഴുതി എന്തിൻ്റെയാണോ എക്സാം എഴുതുന്നത് ആ എക്സാം എഴുതിയിട്ട് അവർ ടോപ്പ് സ്കോറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയിരിക്കുമ്പോൾ ആണ് മെല്ലെ ചിന്തിക്കുക, ആ മനസ്സ് പറഞ്ഞ പോലെ കേൾക്കണ്ടായിരുന്നു, എനിക്കത് കുറച്ചുകൂടി ഒന്ന് പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഈ ഒരു ടൈം ബ്രൈറ്റ്നസ് ടൈമാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുക ഒരു ലക്ഷ്യം, ഒരു എയിം വെക്കുക, നമ്മുടെ ഇവിടെ മുന്നിൽ വെക്കുക. നമ്മുടെ ഒരു എയിം എന്താണ് എയിം എന്നുള്ളത്, ആ എയിം വെച്ചിട്ട് മുന്നോട്ട് പോവുക. അതിനെ വളരെ എല്ലാവരും പറയില്ല അപ്പുറം ഇപ്പുറം വളരെ എനിമീസ് ഉണ്ടാവും എന്ന് പറയില്ല. കുറെ ആൾക്കാർ പറയും ഒന്നും കിട്ടാനും പോകുന്നില്ലല്ലോ, അതിന് പോകുന്നുണ്ട് ഇതിന് പോകുന്നുണ്ട്, അതൊന്നും മൈൻഡാക്കാൻ പാടില്ല. എപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട എപ്പോഴാണ്, നമുക്കതൊക്കെ നേടിയിട്ട് ആ മുകളിൽ നമുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പോൾ സിദ്ധാർത്ഥ ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടിട്ട് കുറെ കുട്ടികൾ അവിടെ അക്കാഡമിയിൽ വരുന്ന മാക്സിമം കുട്ടികൾ വളരെ ഞാൻ പറഞ്ഞില്ല ബിലോ ആവറേജിലുള്ള മാക്സിമം കുട്ടികൾ ബിലോ ആവറേജ് കുട്ടികളാണ് അവിടെ വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ ആക്ടിവിറ്റി അങ്ങനെയുള്ള കോഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ അമ്മ വന്നിട്ട് എപ്പോഴും കാര്യം ഒരു രക്ഷിക്ക സാർ ഞാൻ പറഞ്ഞ് തോന്നുന്നു കേൾക്കുന്നില്ല. രണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് എടുത്ത് വിളിച്ചത് രണ്ട് അവർ പറയുന്നൊന്നും കേൾക്കില്ല. അവിടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, ഫ്രണ്ട്സ് പറയുന്നത് അത് ചെയ്യുന്നത് പറയുമ്പോൾ ഇത് കേൾക്കും. ജസ്റ്റ് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോഴും വീട്ടിൽ നിന്ന് ഈ അച്ഛനും അമ്മയും ഒക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഏകദേശം നൈറ്റ് ടൈം ആവും അല്ലെങ്കിൽ ഈവനിങ് ടൈം ആവും, എപ്പോഴായാലും ക്ഷീണിച്ചു വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു വെൽക്കം ചെയ്ത് ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്. ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് പിന്നെ ക്ഷീണം പിടിച്ചോ അല്ലെ, കുഴപ്പമില്ല, കുറച്ച് വെള്ളം തരട്ടെ. എല്ലാം ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ഇരിക്കും നമ്മുടെ വരാന്തയിൽ, അച്ഛൻ അവിടെ കയറി വരുന്ന അമ്മ അവിടെ കയറി വരുന്ന ആ വരാന്തയിൽ അവിടെ ഒരു ചെയർ ഉണ്ടാവും. ചിലപ്പോഴാണ് മറ്റേ എന്താ പറയുക തൊണ്ട കസേരയോ ആ ഒരു കസേര ഉണ്ടാവും അല്ലെ, അതിന് മുകളിൽ കാല് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡ് ആക്കില്ല, ഗെയിമിലായിരിക്കും മാക്സിമം. അങ്ങനെയുള്ള കുട്ടികളല്ലേ മാക്സിമം. അപ്പോഴത്തെ ആ അമ്മയുടെ അച്ഛൻ്റെ ചിന്താഗതി എന്തായിരിക്കും? എല്ലാം നേരെ മറിച്ചാണെങ്കിൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ അത് വെൽക്കം ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും നിങ്ങൾ പോയിട്ട് വെൽക്കം ചെയ്യുന്ന അച്ഛൻ അമ്മയും അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും അവരുടെ അല്ലെ, അവരുടെ കണ്ണ് ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ, അവർ ഹാർഡ് വർക്ക് ചെയ്ത ആ പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ആ ഒരു സമയത്ത് തീർന്നു പോയിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ള കുറെ എന്താ പറയുക, നമ്മൾ ഈ ഒരു സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിലൂടെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീഡിങ് അക്കാഡമി, നമ്മുടെ കേരളത്തിലെ ലീഡിങ് അക്കാഡമിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെ സിലബസ് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ നിങ്ങൾ എക്സാം എഴുതുന്നത്? എങ്ങനെയാണ് അല്ലെ?